ചേട്ടാ, കഴിഞ്ഞ ദിവസമായിരുന്നു കണ്ണൂരിലെ വിമത നീക്കത്തെ പറ്റിയിട്ട് ഒരു നീണ്ട ചർച്ച തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ചരിത്രത്തിൽ ആദ്യമായി CPM-ലെ ഒരു പൊട്ടിത്തെറി നമ്മൾ കാണുന്നത് കണ്ണൂരിലാണ്. എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് PK ശ്യാമള ടീച്ചർക്കെതിരെ ഇത്തരത്തിലൊരു പ്രക്ഷോഭം CPM-ന്റെ അകത്ത് ഉടലെടുക്കുന്നത്? ഇപ്പോൾ പുതിയതായി അതിനെപ്പറ്റി അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ വരികയാണ്. സഖാക്കളൊക്കെ അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്താണ് അവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്? അല്ല, CPM എന്ന് പറയുന്ന പാർട്ടി കേഡർ പാർട്ടി എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. കേഡർ പാർട്ടി എന്ന് പറയുമ്പോൾ പാർട്ടി പറയുന്ന, പാർട്ടി അനുശാസിക്കുന്ന, പാർട്ടിക്ക് CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ആ ഒരു ചിട്ടവട്ടങ്ങളും എങ്ങനെയാണ് ഒരു കേഡർ പെരുമാറേണ്ടതെന്നും എവിടെയാണ് എന്ത് പറയേണ്ടതെന്നും കൃത്യമായി നിബന്ധനകളുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ ഈ TK ഗോവിന്ദൻ എന്ന് പറയുന്ന വ്യക്തി നീണ്ട കാലം, അദ്ദേഹത്തിന് ഏതാണ്ട് 60 വർഷത്തെ പാർട്ടി പ്രവർത്തന പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന തലപ്പൊക്കമുള്ള കേരളത്തിലെ തന്നെ നേതാവ്, ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, അദ്ദേഹത്തിനോടൊപ്പം തന്നെയുള്ള കമ്മിറ്റികളിൽ ഇരുന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം അടുത്ത ബന്ധമുണ്ട് പിണറായി വിജയനുമായിട്ട്, അതേപോലെ കോടിയേരി ബാലകൃഷ്ണനുമായിട്ട് തീർച്ചയായിട്ടും അടുത്ത ബന്ധമുള്ള സഖാവാണ്, വ്യക്തിബന്ധമുള്ള ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് വരിക എന്ന് പറയുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നിരീക്ഷണം, കേരള സമൂഹത്തിൻ്റെ നിരീക്ഷണം എത്ര കണ്ട് ഈ പാർട്ടിക്കകത്ത് ഒരു സംഘടനാ തലത്തിൽ ഒരു അപച്യുതി ഇങ്ങനെ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. പാർട്ടി എത്രത്തോളം താഴേക്ക് പോയി സംഘടനാ തലത്തിൽ എന്നുള്ളത് തീർച്ചയായും ഈ ഒരു പ്രശ്നം കണ്ണൂരിൽ എങ്ങനെയായിരിക്കും CPM-നെ ബാധിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. കോട്ടയാണ്, നമുക്കറിയാം, വൻ ഭൂരിപക്ഷത്തിൽ CPM-നെ എന്നും കോട നിർത്തിയിട്ടുള്ള പാർട്ടി ഗ്രാമങ്ങളുള്ള സ്ഥലമാണ് കണ്ണൂർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ആലപ്പുഴയിൽ പാർട്ടി ഗ്രാമമുണ്ട്, കൊല്ലത്ത് പാർട്ടി ഗ്രാമം ഉണ്ടെന്നൊക്കെ നമ്മൾ വാദിച്ചു കഴിഞ്ഞാലും പലരും പറയുന്ന ഒരു കാര്യം, അങ്ങനെയൊന്നും പറയരുത്, കോട്ടയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കണ്ണൂരാണ്. ഇപ്പൊ കോട്ടയത്തെ പറ്റി കഴിഞ്ഞ ദിവസം തന്നെ കോട്ടയത്ത് CPM-ന്റെ സാധ്യതകളെ പറ്റി നമ്മൾ സംസാരിച്ച സമയത്ത് അവിടുന്ന് ഒരു നേതാവ് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ കോട്ടയം എന്ന് കണ്ണൂരിനെ പോയി വിളിച്ചാൽ മതി, കോട്ടയത്തെ അങ്ങനെ വിളിക്കാൻ പാടില്ല. കോട്ടയം എന്ന് പറയുന്ന ഒരു കോട്ടയൊന്നുമല്ല, ഭരണം മാറി മാറി വരുന്നുണ്ട്, സ്ഥാനാർത്ഥികൾ ജയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോട്ടയത്തിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്ഥാനാർത്ഥികളെ നോക്കിയൊക്കെ വോട്ട് ചെയ്യുന്ന രീതിയുണ്ട്. അതേപോലെ കമ്മ്യൂണിറ്റി വോട്ടുകൾ അവിടെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന രീതികളുണ്ട്. അതുകൊണ്ട് അവിടെയൊന്നും കോട്ടയല്ല. പക്ഷെ കണ്ണൂർ അങ്ങനെയല്ല. കണ്ണൂർ വർഷങ്ങളായിട്ടും അവിടെ ജയിച്ചു പോകുന്ന പാർട്ടി ഗ്രാമങ്ങളുണ്ട്, സ്ഥലങ്ങളാണ്. എത്രയധികം പ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാവിനെ അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ജയിപ്പിച്ചു കൊടുക്കുമെന്ന് ജനങ്ങൾ പറയുന്ന നാടാണ് കണ്ണൂർ എന്ന് പറയുന്നത്. അവിടെ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാവുകയാണ്. നിങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയോട് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ജനങ്ങളല്ല പറയുന്നത്, പാർട്ടിയുടെ തന്നെ നേതൃത്വത്തിലിരിക്കുന്ന ഒരു നേതാവ് പറയുകയാണ് ഞങ്ങൾക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ ഇത് രണ്ടാമത്തെ പ്രശ്നമാണ്. ആലപ്പുഴയിൽ നമ്മളിങ്ങനെ ഒന്ന് കണ്ടു, 50 വർഷത്തോളം അല്ലെങ്കിൽ അത്രത്തോളം ഒരു സഖാവായിരുന്നു, അത്രത്തോളം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന രക്തസാക്ഷി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത്രയും രക്തസാക്ഷി കുടുംബത്തിലെ അംഗമായിട്ടുള്ള G സുധാകരനാണ് ആദ്യമായി അത്തരത്തിലൊന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇതൊരു വൻ അടിയായി പോയില്ലേ ചേട്ടാ? കണ്ണൂരിൽ നിന്ന് ഇങ്ങനെ ഒരു, ആലപ്പുഴയിൽ നിന്നൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റും, പക്ഷെ കണ്ണൂർ അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അല്ല, നമുക്ക് ആലപ്പുഴ അങ്ങനെ സഹിക്കാനൊന്നും പറ്റില്ല. രക്തസാക്ഷി കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എളുപ്പത്തിൽ പറഞ്ഞ് പോകാൻ പറ്റുന്ന ഒരു രീതിയല്ല. ഒരു രക്തസാക്ഷി, അതും വളരെ ചെറുപ്പത്തിൽ തൻ്റെ അനുജന നഷ്ടമായതിൻ്റെ വേദനയൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് G സുധാകരൻ്റെ കാര്യം. ഇവിടെ നമുക്ക് ഒന്നുകൂടെ പറയേണ്ടതുണ്ട്. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന പയ്യന്നൂരിലെ സഖാവ് ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ആദ്യം അദ്ദേഹമാണ് പുറത്തേക്ക് വരുന്നത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് ഇത്തരത്തിൽ സഖാക്കൾക്ക് മിണ്ടാൻ കഴിയുന്നില്ല, അടിച്ചമർത്തലാണ്. ഈ പാർട്ടിയിൽ നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. അത് പൊട്ടിച്ചാണ് ഇപ്പോൾ കുഞ്ഞികൃഷ്ണനും വന്നിരിക്കുന്നത്, ഈ പറയുന്ന പോലെ ഗോവിന്ദനും വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ അടിച്ചമർത്തൽ പൊട്ടിച്ച് വരിക എന്ന് പറയുമ്പോൾ പാർട്ടിയിൽ നിശബ്ദരായിട്ടുള്ള ഒരു കൂട്ടം പേര് ഗോവിന്ദനൊപ്പം ഉണ്ടാകും. TK ഗോവിന്ദനൊപ്പവും ഈ കുഞ്ഞികൃഷ്ണൻ ചേട്ടനോടൊപ്പവും ഉണ്ടാകും. ഗോവിന്ദൻ എന്ന് പറയുന്ന ഗോവിന്ദൻ മാസ്റ്റർക്കൊപ്പവും ഈ കുഞ്ഞികൃഷ്ണൻ ചേട്ടനോടൊപ്പവും ഉണ്ടാകും. അത് എങ്ങനെ പ്രതിഫലിക്കുമെന്ന് ചോദിച്ചാൽ, തളിപ്പറമ്പിൽ ഈ പറയുന്ന രീതിയിൽ ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ്, ഒരു പാനൽ, ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഏരിയ കമ്മിറ്റി അല്ലെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ചർച്ച വരും, ആരെയായിരിക്കും സ്ഥാനാർത്ഥിയാക്കേണ്ടത്. അപ്പോൾ ഒരു പാനൽ ഉണ്ടാകും. അത് ഏറ്റവും കുറഞ്ഞ ഏരിയ കമ്മിറ്റിയിൽ നിന്നായിരിക്കും പാനൽ വരുന്നത്. അത് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ, ജനസമ്മതിയുള്ളത് ആരൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടൊരു പാനൽ തീരുമാനിക്കും. ആ പാനലിൽ ഒരു പേര് മാത്രമല്ല ഉണ്ടാവുക. ഇതിപ്പോൾ അല്പം മുമ്പ് KK രാഗേഷ് ഈ പറയുന്ന രീതിയിൽ ഈ പാനലിൽ ഉണ്ടായ പേരുകളെ കുറിച്ച് പറയുന്നുണ്ട്. രാഗേഷ് ആരുടെ കൂടെയാണ് ഇതൊക്കെ പറയുന്നതെന്ന് രാഗേഷ് ഒന്ന് ആലോചിക്കണം. എന്ന് വെച്ചാൽ ഒരു പാനൽ എന്ന് പറയുമ്പോൾ ഒരാളുടെ പേര് മാത്രമല്ല ഒരു പാനലിൽ വരിക, 3 പേരുടെ പേരെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടാകും. അത്തരത്തിൽ സുകന്യയുടെ പേരുണ്ടായിരുന്നു, ഈ പറയുന്ന ശ്യാമളയുടെ പേരുണ്ടായിരുന്നു. എന്നിട്ട്
ഈ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റി അംഗീകരിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റിൽ പോയിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് സംസ്ഥാന ഘടകത്തിന് അയക്കുമ്പോൾ ഒരേ ഒരു പേരേ ഉള്ളൂ, അത് പി.കെ. ശ്യാമളയുടെ. ഇത് ആരെയാണ് കെ രാഗേഷ് പറ്റിക്കുന്നത്? കെ രാഗേഷ് ഉൾപ്പെടെ എം വി ജയരാജൻ ഉൾപ്പെടെയുള്ളവർ പറ്റിക്കുന്നത് ആരെയാണ് എന്ന്. അല്ല, ഇത് ആദ്യ സമയത്ത് പി.കെ. ശ്യാമള ടീച്ചറിന്റെ പേര് ആ ഒരു കണ്ണൂരിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നേതൃത്വങ്ങളിൽ നിന്ന് ശ്യാമള ടീച്ചറിനേക്കായി മികച്ചതായി വോട്ടുകൾ സ്ഥാനാർത്ഥിയാക്കേണ്ടത് അല്ലെ? പാർട്ടിയിൽ പോലും സമ്മതിയില്ലാത്ത ഒരു വ്യക്തിയെ എങ്ങനെയാണ് പിന്നെ സ്ഥാനാർത്ഥിയാക്കുന്നത്? ചേട്ടൻ ആലോചിച്ച് നോക്കണം. ആദ്യം തന്നെ CPM-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ നടന്ന സമയത്ത് സ്റ്റാർ മണ്ഡലങ്ങളിൽ ഇപ്പോൾ ധർമ്മടത്ത് ശ്രീ പിണറായി വിജയൻ സഖാവ് വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു നല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി വരണം, ഒരു ഫൈറ്റ് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ളിടത്തേക്ക് വരുമ്പോൾ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെ സംബന്ധിച്ച് നിർത്താൻ ഏറ്റവും യോഗ്യരായവരെ നിർത്തണമായിരുന്നു. ഒരു പക്ഷേ കെ ശൈലജ ടീച്ചറിനെ ഇവിടെ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്ര ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും തളിപ്പറമ്പിൽ എന്തുകൊണ്ട് നിങ്ങൾ കെ ശൈലജയെ പരിഗണിച്ചില്ല? എന്തുകൊണ്ട് മട്ടന്നൂരിൽ നിന്ന് മാറ്റിയിട്ട് എന്തുകൊണ്ട് കെ ശൈലജയെ പരിഗണിച്ചില്ല? ഇന്നലെ ഈ ഗോവിന്ദ മാസ്റ്റർ ചോദിച്ചു, ടി.കെ. ഗോവിന്ദ മാസ്റ്റർ ചോദിച്ചു. അതുപോലെ അതിൽ വേറെ നിറയെ ചോദ്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനെല്ലാം ഈ പറയുന്ന ഈ നാടൻ ഭാഷയിൽ മെഴുകി വാരുകയാണ് എം വി ജയരാജനൊക്കെ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, പി ജയരാജൻ ഇതുവരെ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. ശ്യാമള, ഞാൻ ഇങ്ങനെയാണ് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത്, പാർട്ടിയുടെ സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞൊരു വാക്കാണ്, ഞാൻ ശ്യാമളയെ വിവാഹം കഴിക്കുന്ന മുമ്പ് ശ്യാമള പാർട്ടി പ്രവർത്തകയാണ്. സാർ ആയിക്കോട്ടെ സാർ, അല്ലെങ്കിൽ സഖാവെ ആയിക്കോട്ടെ, പക്ഷേ ആന്തൂർ സാജൻ എന്ന് പറയുന്ന ഒരു വ്യവസായി, അതും അദ്ദേഹം പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യവസായിയാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഉത്തരം പറയേണ്ട വ്യക്തി ആരായിരുന്നു? പോലീസും ഭരണ സംവിധാനവും ഉപയോഗിച്ച് ശ്യാമളയെ രക്ഷിക്കാനാണ് ഇവർ ശ്രമിച്ചത്. അതും ഇന്നും പോലീസിൻ്റെ റിപ്പോർട്ട് അതെല്ലാം കൃത്യമായി പുറത്തു വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ശ്യാമള ഇന്ന് ജയിലിൽ കിടക്കേണ്ടതാണ്. ആ മനുഷ്യനെ മാനസികമായി പീഡിപ്പിക്കാവുന്നതിനപ്പുറം പീഡിപ്പിച്ചിട്ടാണ് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തത്. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റിന് മറുപടിയില്ല. തീർച്ചയായും ഇതിന്റെ അകത്തിൽ തന്നെ ഇപ്പോൾ 3-4 വിഷയങ്ങളാണ് കണ്ണൂരിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അവിടെ അതൃപ്തി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തളിപ്പറമ്പിലെ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പൊട്ടിത്തെറി നടക്കുന്നുണ്ട്. അതേപോലെ നവീൻ ബാബുവിന്റെ പ്രശ്നവുമായി അതെ, ആ മൂന്നാമത്തെ വിഷയം നവീൻ ബാബുവിന്റെ വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ടും ഇപ്പൊ വിമിത നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും കണ്ണൂരിലൊക്കെ ഇങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടാവുന്നത്. അല്ല, അതിന് ഇതിനകത്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ തുടർച്ചയായി രണ്ടാമതൊരു ഘട്ടം കൂടെ ഭരണത്തിൽ വരുമ്പോൾ ഏതൊരു പാർട്ടിക്കും ഉണ്ടാകുന്നത് തന്നെയാണ്. CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് പോലീസ് അവരാണ്, പിന്നെ ബാക്കി എന്തൊക്കെ ഭരണ സംവിധാനങ്ങളുണ്ടോ എല്ലാം അവരാണ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു അപ്രമാദിത്വത്തിന്റെ ഫലമാണ്. ഇപ്പം നവീൻ ബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിനെ കൊണ്ട് ഒന്നുകൂടെ കോടതി പറഞ്ഞിരിക്കുക അന്വേഷിക്കാനായിട്ട്. PP ദിവ്യയുടെ ഫോൺ രേഖകൾ അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുക. പേഴ്സണലായാലും അവർ ഒഫീഷ്യൽ ഉപയോഗിക്കുന്നതായിരുന്നാലും ഫോൺ പരിശോധിക്കാൻ പറയുമ്പോൾ CPM ഒരു വേള ചിന്തിക്കുന്നില്ല ഇതെല്ലാം വരും ഭാവിയിൽ വെട്ടിലേക്ക് ഒരു വീഴൂ എന്നുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ എണ്ണം പറഞ്ഞ ജില്ലകളിൽ, അത് ഒന്ന് കണ്ണൂര്, അടുത്തത് പത്തനംതിട്ട, അങ്ങനെ നിരവധി ജില്ലകളിലെ ഈ പറയുന്ന രീതിയിൽ ഇവർക്ക് എണ്ണം പറയേണ്ടി വരും. തീർച്ചയായും നവീൻ ബാബുവിന്റെ പ്രശ്നം കണ്ണൂർ മാത്രമല്ല പത്തനംതിട്ടയിലും മലയിടിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതനുസരിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഈസി ആവില്ല ഈ ഒരു ഇലക്ഷൻ. ഒരു ഈസി വാക്ക് ഓവർ CPM-ന് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് എന്ന് പറയുന്ന അതിന് പറഞ്ഞ പോലെ തളിപ്പറമ്പ് എന്ന് പറയുന്നത് CPM-ന്റെ ഒരു വികാരമാണ്. CPM-ന്റെ ഒരു വികാരമാണ്. പയ്യന്നൂര് CPM-ന്റെ വികാരമാണ്. ഇപ്പോൾ മട്ടന്നൂർ ജയിക്കുന്നതിനെ കുറിച്ച് നമ്മുടെ കണ്ണൂരത്തെ ചില ഇടത് ചിന്തകർ നമ്മളോട് ഇപ്പം അതിലേക്കറിയാം, അവർ പലരും സംസാരിക്കും, പറയുന്നത് ജനങ്ങൾ പേടിച്ച് വോട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ശല്യങ്ങൾ ഇവിടുന്ന് പോയി കിട്ടുമല്ലോ എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഭാഗം. മട്ടന്നൂരിനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഈ പാർട്ടി ഗ്രാമങ്ങൾ പോലെ പാർട്ടിയോട് സ്നേഹമുള്ള ഒരു ഗ്രാമമാണത്. അങ്ങനെ സ്നേഹമുള്ള ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ മട്ടന്നൂർ ജനങ്ങൾക്ക് പേടിയാണ്, അല്ലാതെ പാർട്ടി സ്നേഹമൊന്നുമില്ല. ഞാൻ പാർട്ടി ഗ്രാമത്തിൽ ഒരിക്കൽ പോയിട്ടുണ്ട്. വടകര ഒരിക്കൽ ഞാൻ എൻ്റെ ജോലി സംബന്ധമായി ഞാൻ കോഴിക്കോട് ദർശന TV-യിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കോഴിക്കോട് വെച്ച് ഞാൻ ഈ വടകര പാർട്ടി ഗ്രാമത്തിൽ പോയിട്ടുണ്ട്. എന്താണ് പാർട്ടി ഗ്രാമം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ മകളുടെ കല്യാണം, ഞാൻ ഈ പറയുന്ന പോലെ ആ പാർട്ടി ഗ്രാമത്തിൽ ജീവിക്കുകയാണ്. എൻ്റെ മകൾക്ക് വരനെ കണ്ടെത്തുന്നത് പാർട്ടിയായിരിക്കും. അതാണ് പാർട്ടി ഗ്രാമം. എൻ്റെ മകൾക്ക് വരനെ കണ്ടെത്തുന്നത് പാർട്ടിയായിരിക്കും. പാർട്ടി നിശ്ചയിക്കും ഏത് പയ്യൻ വിവാഹം കഴിക്കണം, എന്നിട്ട് പാർട്ടി തന്നെ കാശ് ചിലവാക്കും, പാർട്ടി തന്നെ സൽക്കാരം നടത്തും, പാർട്ടി തന്നെ എല്ലാം ചെയ്യും. അപ്പോൾ പാർട്ടിക്കല്ലാതെ വേറെ ആർക്ക് വോട്ട് ചെയ്യും? ഇതാണ് പാർട്ടി ഗ്രാമം. ഇതാണ് സിമ്പിൾ. മട്ടന്നൂരിനെ സംബന്ധിച്ച് മട്ടന്നൂരിന്റെ മുഖം നോക്കുമ്പോൾ കെ ശൈലജ ടീച്ചർ അവിടെ വരികയായിരുന്നുവെങ്കിൽ നല്ലൊരു വിജയം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതായിരുന്നു. പക്ഷേ പെരാവൂരാണ്. നമുക്ക് ഇനിയിപ്പോ അത് CPM-ന്റെ നേതൃത്വത്തിന്റെ തന്നെ തീരുമാനങ്ങളാണ്. അത് മറ്റൊരു രാഷ്ട്രീയമാണ്, അത് നമുക്ക് സംസാരിക്കാം. കോൺഗ്രസ് രാഷ്ട്രീയവും ഒരു വല്ലാത്ത രീതിയിലേക്ക് പോകും. തീർച്ചയായും പ്രത്യേകിച്ച് കണ്ണൂർ രാഷ്ട്രീയം കണ്ണൂരിനെ സംബന്ധിച്ച് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള വിവരങ്ങൾ
എന്താകും എന്നുള്ളത്. കാരണം അദ്ദേഹം വീണ്ടും ഒന്നും സംസാരിച്ചിട്ടില്ല. അത് ഇന്നലെ വരെയുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഇന്ന് വരെ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് വിമത നീക്കമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ബാക്കി അപ്ഡേറ്റ്സ് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ.